ഹലോ എവരി വൺ. അപ്പം ഞാൻ വിചാരിച്ചു കോളേജിൽ ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന്. കാരണം ഞാനൊരു ചെറിയ കമൻറ്റ് കണ്ടായിരുന്നു, കോളേജിലെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ചെയ്തേക്കാമെന്ന്. പക്ഷേ എന്ത് കണ്ടൻറ്റാണ് ഇതിൽ ഉണ്ടാവാമെന്ന് എനിക്ക് അറിയത്തില്ല, എടുക്കുമ്പോൾ എനിക്കൊരു ഐഡിയ പോലും ഇല്ല. അപ്പം ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. 9:45 പ്രെയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങും. അപ്പം പോകുന്ന വഴി ഒരു ചെറിയ ഒരു വീട്ടിന് മുന്നിൽ കുറേ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നട്ട് വെച്ചിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല രസം അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു നേരവും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിന്ന് പുഴുങ്ങും, കാരണം ഒരു വളവുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് പിള്ളേരെയൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിത് എനിക്ക് ഹായ് ഒക്കെ തരികയാണ്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അഭിനയദർപ്പണമാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രെയർ നടക്കുന്നത്. അപ്പോൾ രാവിലെ ആദ്യം തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് തൊട്ടടുത്ത് ഹോസ്റ്റൽ ഉണ്ടായിട്ടും വളരെ ലേറ്റായി എഴുന്നേറ്റ് വളരെ താമസിച്ച് കോളേജിലെത്തുന്ന ലാവണ്യ എന്ന് പറയുന്ന നമ്മുടെ ലാവുദേ ക്ലാസ്സിൽ നിന്ന് മേക്കപ്പ് ചെയ്യാണ്. കാരണം അവൾ ലേറ്റായിട്ട് വന്നിട്ട് അവിടെ നിന്നാണ് മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. മിക്ക ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. അത് അവളുടെ ഒരു പതിവാണ്, ഒരു ശീലമാണ്. അപ്പോൾ നമ്മളിടയ്ക്ക് കളിയാക്കാറുണ്ട്, കാരണം ലിപ്സ്റ്റിക്കൊക്കെ ശരിക്കിട്ടിട്ട് വരും, കുറേ വാര തേച്ചിട്ട് വരും. അപ്പം നമ്മൾ വെറുതെ അവളെ ഇങ്ങനെ ചൊറിയാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല കുട്ടികളെ പോലെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് കയറി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാണ്. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അല്ലാതെ അവരെപ്പോഴും പറയാറുണ്ട് പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. പക്ഷെ മടി കാരണം നമ്മളങ്ങനെ ചെയ്യാറില്ല. അവർ വന്ന് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും എക്സാംസോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരണം. അപ്പോൾ ഇത് ഇൻറ്റേർണൽ എക്സാമാണ്. ഇൻറ്റേർണൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കടുത്ത പ്രാക്ടീസിലാണ് ഞങ്ങൾ. അങ്ങനെ കടുത്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ലാത്ത പ്രാക്ടീസിലൊക്കെയാണ് ഞങ്ങൾ. കാരണം ഞാൻ പൊതുവേ കേൾക്കാറുള്ളത്, എന്താ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാൻസാന്ന് പറയുമ്പോൾ, ഡാൻസ് അല്ലേ, അതിനകത്ത് അത്ര പഠിക്കാനുള്ളത്, അത് ഈസി അല്ലേ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതിലും കുറേ പഠിക്കാനുണ്ട് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ഷീണിച്ച്, വലുതായിട്ടൊന്നും ക്ഷീണിച്ചില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് വിയർത്ത് രാവിലെ ഒന്ന് വാമപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഇത്രയും കാര്യത്തോട് ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൂറ് പോകുന്ന കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 3rd ഇയർ ആയതുകൊണ്ട് കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പോൾ അത് എവിടെ വേണം, ഏത് പാക്കേജ്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് തിരക്കിയിട്ട് അത് നമ്മുടെ ക്ലാസ്സിൽ പറയുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും ആകാംക്ഷയോട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ടൂറെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ടീച്ചർ വന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ട് പോയി. നമുക്ക് ക്ലാസ് ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. മീൻസ് ടീച്ചർ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും അതിൻ്റെ ഒരു ഇതിലാണ്. കാരണം ഇനി തിരിച്ചു വരുന്ന ഈ കോലത്തിലൊന്നും ആയിരിക്കത്തില്ല. അങ്ങോട്ട് നല്ല സുന്ദരി തരുണിയും മണികളായിട്ട് പോയിട്ട് തിരിച്ച് വിയർത്ത് കുളിച്ച് പട്ടിയായിട്ടായിരിക്കും നമ്മളെല്ലാം വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോലത്തിൽ പോയിട്ട് തിരിച്ചു വരില്ല. അപ്പോൾ ഞങ്ങളിത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും അർച്ച ചേച്ചിയും അശ്വതി ചേച്ചിയും കൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ക്ലാസ്സിലാണ് റിഹേഴ്സൽ നടക്കുന്നത്. ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ടായിരിക്കും റിഹേഴ്സൽ. നമ്മൾ ആദ്യം ഐറ്റംസൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ ഓർക്കസ്ട്ര റിഹേഴ്സലൊക്കെ തരും 2-3. അങ്ങനെ നമ്മളിത് ഓർക്കസ്ട്ര റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചത്ത് പട്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ കോലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും മറ്റേ കടപ്പുറത്ത് ചാളയൊക്കെ അടുക്കിയിടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഗൈസ്. കാരണം ആർക്കും വയ്യ, എല്ലാവരും കുഴഞ്ഞു. കാരണം അങ്ങനെയാണല്ലോ, പ്രാക്ടീസൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുഴയും. പിന്നെ കുറച്ച് വിയർപ്പ് തുള്ളികൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഷോയാണ്. ഈ സത്യത്തിൽ സാധാരണ വിയർക്കുന്ന പോലെ അല്ലെങ്കിൽ കളിക്കുന്ന പോലെ ഒന്നും കളിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങ് ചെയ്തിട്ടില്ല. ഒരൈറ്റമാണ് ഞങ്ങൾ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. കുറച്ച് റെസ്റ്റ് കഴിഞ്ഞ് സീനിയേഴ്സ് ചേച്ചിമാരെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോകണം അടുത്തതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പോക്കാണ് ഗൈസ് ഈ പോക്ക്. അപ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവലിയാണ്. അതിനകത്ത് ഹേര
ആ സാധനമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ പോവും. തിരിച്ച് ഈ സന്തോഷത്തോടൊന്നും ആയിരിക്കില്ല വരുന്നത്. കിതച്ച് അണച്ച് വിയർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളിത് അടുത്ത റിഹേഴ്സലിന് വേണ്ടി പോകണം. പ്രത്യേകിച്ച് എനിക്ക് കോളേജിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, പ്രത്യേകിച്ച് ആ ഒരു ദിവസം എക്സാം ഡേയും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഫുൾ റിഹേഴ്സലും പ്രാക്ടീസൊക്കെ ആയിരുന്നു. വേറൊന്നും എനിക്ക് കണ്ടുണ്ടാക്കാനായിട്ട് സത്യത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് നമ്മൾ ഇരുന്നിട്ടില്ല. പ്രാക്ടീസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു തിരിച്ചു വരുന്നു, ഇത് തന്നെയായിരുന്നു മെയിനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടായിരുന്നു പനിയായിട്ട്. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ ഫോണൊന്നും അലോഡല്ല, എന്നാലും ഇതവൾ ഒന്ന് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് എടുക്കുന്നെങ്കിൽ എടുത്ത്, നമുക്ക് ചീത്ത വയ്ക്കും ക്ലാസ് ടൈമിൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവളതവിടെ വെറുതെ ഇരുന്നപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് പകർത്തിയ വീഡിയോ ആണിത്, നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നൊരു വീഡിയോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ നീളമുള്ള ഞങ്ങൾക്ക് ഫ്രണ്ട് നിൽക്കുന്നു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നിർത്തും. ഫ്രണ്ടിൽ നിൽക്കുന്നവർ ബാക്കിൽ പോവും, ബാക്കിൽ നിൽക്കുന്നവർ ഫ്രണ്ടിൽ വരും. അങ്ങനെ ഒരു മിക്സറൊക്കെ ആയിട്ടായിരിക്കും പല പ്രാവശ്യം പല രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതേ ആ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. കാരണം ഇത്ര നേരമായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിന്നെ വിശപ്പിനെ വിളി നമുക്കൊരു 11 മണി തൊട്ടേ അങ്ങനെയാണല്ലോ പതിവ്. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടായാലും നമുക്ക് ചെല്ലുമ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങും. അതൊരു പ്രത്യേക തരം രോഗമാണ്. അപ്പോൾ നമ്മളിതേ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നാട്ടിൽ നിന്ന് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഓരോരോ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പലരും പല പല നാടുകളിലാണ്. അവിടുത്തെ ഓരോ വെറൈറ്റി ഫുഡുകൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും ഇട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ റൗണ്ട് ചെയ്ത് പോകേണ്ടി വരും. നമ്മളെല്ലാവരും വട്ടത്തിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ഒരേപോലെ ഒരു വലിയ വട്ടം അതിനകത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഈ ഒരു പാത്രം, കറിപ്പാത്രം ഒരിടത്തിരുന്നിട്ട് അവിടുന്ന് എടി ഇങ്ങോട്ട് തന്നടി, അടി അങ്ങോട്ട് തന്നടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് കുറേ കറികളൊക്കെ ഉണ്ടാവും, ചില സമയത്ത് നമുക്ക് ഒന്നും ഉണ്ടാവത്തില്ല. ദാരിദ്ര്യം പിടിച്ച ദിവസങ്ങളും നമ്മൾ റിച്ച് ആയിട്ടുള്ള ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൈയൊക്കെ കഴുകിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഗോവിന്ദിനെയും നമ്മുടെ സൗരവിനെയും കണ്ടത്. അപ്പോൾ അവരെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഒരു ഭയങ്കര കടുത്ത വിജയ് ഫാൻസാണ്, അതുകൊണ്ടാണ് അതേ അവരെങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് യൂണിയൻ ഓഫീസിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. യൂണിയൻ ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ചെയർമാനും ചെയർപേഴ്സണും അപ്പം നമ്മളങ്ങനെ ജെൻഡറൊന്നും പറയത്തോണ്ട് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അങ്ങനെ യൂണിയൻ്റെ കുറേ ഭാരവാഹികളൊക്കെ ചേർന്ന് യൂണിയൻ ഓഫീസിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്ന് ചളിയൊക്കെ അടിച്ച് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ ക്ലാസ്സിലെ രണ്ടവളന്മാർ ഇതേ ക്യാൻറ്റീനിൽ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്ന് ക്യാൻറ്റീനിൽ നിന്ന് വല്ല മധുരമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് മാളുവിൻ്റെ കയ്യിൽ കോൾഡ് ബൂസ്റ്റ് ആയിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അത് പോയി അങ്ങോട്ട് വാങ്ങിച്ചു, ഞാൻ കുടിച്ചു. അപ്പോൾ ഒരുത്തി ഇങ്ങനെ കളി കേൾക്കുന്നുണ്ട്. ഓഫീസിൽ വന്നിട്ട് ഞാൻ കോൾഡ് ബൂസ്റ്റ് കുടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോയേടി. അങ്ങനെ നമ്മളിത് വായി നോക്കി നിന്നിട്ട് കോൾഡ് ബൂസ്റ്റൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് തേക്കൊക്കെ തിരിച്ചു കൊടുത്തു. കാരണം സാധാരണ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലപ്പം കുറച്ച് വെള്ളം കൂടി പോയിട്ട് കുറച്ച് ടേസ്റ്റ് കുറയും. അപ്പോൾ അത് അവളുടെ കളിയാക്കുകയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര പൈസയൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ദിവസം എനിക്ക് 10 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ അവളെ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കരിങ്കാളികളിലേക്ക് കളിച്ച് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലെത്തിയപ്പോഴാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ സ്ഥിരം എല്ലാ ദിവസവും കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ചെറിയ ഉച്ചമയക്കത്തിലേക്ക് പോകാറുണ്ട്. കാരണം നമുക്ക് 1 മണി തൊട്ട് 2 മണി വരെയാണ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അതിലൊരു 1:15 ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിച്ച് കഴിയാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളൊരു 12:50 12:40 ആകുമ്പോൾ കഴിക്കാനിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻറ്റീനിലൊക്കെ ഒന്ന് കറങ്ങി എല്ലായിടത്തും ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ചുമ്മാ ജസ്റ്റ് ഒന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവർക്കും ക്ഷീണം കാരണം ഒരു കിടത്തം മുഖ്യം ബീലെന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അത് ഉറക്കത്തിലേക്ക് മാറി. ഇതിപ്പോൾ അംഗനവാടിയിൽ കൊണ്ടുപോയി പിള്ളേരെ കിടത്തി ഉറക്കുന്ന ഒരു ശീലമായി. ഞാനിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷേ അവളതെന്നെ സമ്മതിച്ചില്ല. അവളെന്നെ അവിടെ നിന്ന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ ഓരോരുത്തരും ഓരോരോ മൂലയ്ക്കാണ്. അപ്പം ലാവുദേവിടെ ഭയങ്കര ചെണ്ട പ്രാക്ടീസിലാണ്. കാരണം ഇൻറ്റേർണൽ എക്സാമിന് വരാതെ ഒറ്റയ്ക്കിനി ചെണ്ട എക്സാം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലാണ്. അപ്പോൾ അതാ ഈ നിൽക്കുന്നവൾ ഞാൻ കിടന്നിടത്ത് തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് വ്ളോഗ് എടുക്കുന്ന ദിവസം ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെന്നെയും കൊണ്ട്
അഭിനയ ദർപ്പണത്തിലേക്ക് പോകാം, അവിടെ കണ്ണാടി ഉണ്ട്, അപ്പോൾ അവിടെ പോയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോകും, ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് പോരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറുതേ എന്തായാലും വന്നേലും മേടിച്ചിട്ട് ഗോപുവിൻ്റെ വകയിൽ മേക്കപ്പൊക്കെ നടക്കുന്നുണ്ട്. ഗോപു അവിടെ വന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീപ്പി സെറ്റാക്കുന്നുണ്ട്. കാരണം അവൾ ഇന്ന് യൂണിഫോം ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വയ്യ, ഉടായ്പ് വയ്യായ്മയാണെന്ന് തോന്നുന്നു. അല്ല കേസ് അവൾക്ക് വയ്യ. അവൾക്ക് വയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാറുണ്ട്. അപ്പോൾ അവൾ അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതാണ്, അവൾക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പ്രൊജക്റ്റ് വെക്കേണ്ട നമുക്ക് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് ഒരു പ്രൊജക്റ്റിൻ്റെ പരിപാടികളിലാണ്, എല്ലാവരും പ്രൊജക്റ്റ് കൊടുക്കുക എടുക്കുക ഒക്കെ പരിപാടികളാണല്ലോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അവിടെ വേറൊരു സൈഡിൽ പരിദൂഷണ കമ്മിറ്റികൾ, കുടുംബശ്രീകൾ ഭയങ്കര പരിദൂഷണം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ എന്താണ് ഇവർ സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് പരിദൂഷണം കേൾക്കാൻ വേണ്ടി ഞാൻ അവർക്ക് കൂടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടീമിനെ ഞങ്ങൾ പരിദൂഷണ കമ്മിറ്റി അല്ലെങ്കിൽ കുടുംബശ്രീ എന്നാണ് പറയാറുള്ളത്. അതിലെ പ്രസിഡൻറ്റും അങ്ങനെ ഓരോരുത്തർ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ ആക്കാറുണ്ട്. അപ്പം ഞാൻ പറയാണ് പരിദൂഷണ കമ്മിറ്റികൾ നിന്ന് പരിദൂഷണം പറയുകയാണെന്ന്. അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് അവരുടെ പരിദൂഷണ കമ്മിറ്റിയിലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ മെമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർച്ചേച്ചി പ്രസിഡൻ്റാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുഷമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ലാസ്സിൽ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഞങ്ങൾ ആകെ 19 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പരദൂഷണമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കുടുംബശ്രീയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ ഇട്ട പേരാണ് കുടുംബശ്രീ. അങ്ങനെ ഓരോരോ അംഗങ്ങളെ ഓരോരോ സ്ഥാനത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ അനുജ സ്ഥിരം പ്രൊജക്റ്റ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് വിൽക്കാനുണ്ടോ എന്ന് അവളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് സമയമായി, പ്രൊജക്റ്റ് കൊടുക്കാറാകുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ടെൻഷൻ കൂടിയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് വെക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭ്രാന്ത് കയറുന്നത് എല്ലാവരും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സാറൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലാസ്സിൽ വെച്ച് തന്നെ ഞങ്ങളെ മിസ് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എഴുതി. അപ്പോൾ ഞാനത് എഴുതിയതിൻ്റെ ഷോയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊക്കെ എഴുതി, നിങ്ങൾക്ക് എഴുതാൻ സമയം പോലും ഇല്ല, നിങ്ങളിങ്ങനെ ഇരുന്നോ, നിങ്ങളവിടെ പഠിക്കാനാണോ വരുന്നതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് എല്ലാവരെയും. ഇവളെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയുന്നത് എനിക്കൊരു ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവുവിൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പാട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെയോ രീതിയിലാണ് അവൾ പാടിക്കൊണ്ടിരിക്കുന്നത്, പൊട്ടത്തെറ്റൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കോളേജിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ ടൈം നമുക്ക് ഡാൻസ് കളിക്കലും പഠിത്തവും ഒക്കെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ്സൊക്കെ ഉണ്ടാവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈകൊണ്ട് കോപ്പറായും കാണിക്കുകയല്ല, നമ്മൾ പഠിച്ച ഐറ്റംസ് ജസ്റ്റ് ഓർത്ത് നോക്കുകയാണ്. കിടന്നിട്ടായാലും നമ്മളിങ്ങനെ ഓർത്തൊക്കെ നോക്കുകയാണ്. കാരണം ചുമ്മാ ഇരിക്കരുതല്ലോ, ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയും കാര്യം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെയും റിഹേഴ്സൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത് റിഹേഴ്സലിൻ്റെ വീഡിയോ ആണ്, തില്ലാനെ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം രാവിലെ തൊട്ട് ഇത് തന്നെയാണ് പണി. ഞാൻ അതാണ് രാവിലെ തന്നെ പറഞ്ഞത്, ഇതിൽ എന്ത് കണ്ടൻറ്റാണ് ഉൾക്കൊള്ളിക്കുക എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്നത്തെ ദിവസം ഫുൾ പ്രാക്ടീസായിരുന്നു. എക്സാം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രാക്ടീസ് സെക്ഷൻ വരാറില്ല. ഡെയിലി ഇതിപ്പോൾ കണ്ടിന്യൂസ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ഡെഡായിരിക്കുകയാണ്. ഇനി വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു സാധനമൊക്കെയാണ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനുള്ളവരൊക്കെ പോയി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. എല്ലാവരും വിയർത്ത് കുളിച്ച് ഗ്ലോ ചെയ്ത്, ഇതാണ് ഗൈസ് നാച്ചുറൽ ഗ്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഞങ്ങളിങ്ങനെ വിയർത്ത് കുളിച്ചൊഴുകി നിൽക്കുന്നതാണ് നാച്ചുറൽ ഗ്ലോ. ഞങ്ങളിത് ദിവസവും ഗ്ലോ ചെയ്യാറുണ്ട് ഇങ്ങനെ, അത് കണക്ക് തന്നെ പട്ടിയാവാറുണ്ട് അത്യാവശ്യം. അങ്ങനെ പിന്നെ നമ്മളത് എക്സാംസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെയും ക്ലാസ്സിലേക്ക് പോവുക, റിഹേഴ്സലിന് പോവുക, ഇത് തന്നെയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊന്നും നമുക്ക് അങ്ങനെ പകർത്തിയെടുക്കാനുള്ളൊരിതില്ല. അപ്പം നമ്മുടെ അവിടുത്തെ പ്യൂരിഫയറാണ്, ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടാറുള്ളത്. ഇതെല്ലാ കോളേജിലും ഉണ്ടാവുമല്ലോ, ആണ് പ്രത്യേകിച്ച് പറയണ്ട. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്, കോളേജിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, എന്തൊക്കെയോ കോമഡിയൊക്കെ അടിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നിട്ട്. ഇതെല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പട്ടി ഗൈസ്. അപ്പം നമ്മളിതാ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിലേക്കൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അതേ സാർ എൻ്റെ മുന്നിൽ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഓക്കെ ഗൈസ് നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്, ഒരു കുഞ്ഞു വീഡിയോ.
കോളേജിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വീഡിയോ ഞാൻ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകണം, 4 മണിയായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.